السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, റിയാദു സാലിഹീനിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മുടെ നിത്യ ജീവിതത്തിൽ നിർബന്ധമായും നമ്മുടെ സ്വഭാവങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയും വളരെയേറെ ജാഗ്രത പുലർത്തുകയും ചെയ്യേണ്ടുന്ന ദുർഗുണങ്ങളെ വിവരിക്കുന്ന അധ്യായത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ബാബുൻ നഹിയി അനിൽ ഇഫ്തിഖാരി വൽ ബഗി എന്ന അധ്യായമാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അതായത് അന്നഹിയു അനിൽ ഇഫ്തിഖാർ. ഇഫ്തിഖാർ എന്ന് പറഞ്ഞാൽ ഫഖ്ർ നടിക്കുക. അറബി പദമാണെങ്കിലും ധാരാളമായി പ്രയോഗിക്കപ്പെടുന്നത് കാരണത്താൽ മലയാളീകരിക്കപ്പെട്ട ഒരു പദമാണ് ഫഖ്ർ പറയുക എന്നുള്ളത്. ഇഫ്തിഖാർ, അന്നഹിയു അനിൽ ഇഫ്തിഖാർ. ഇഫ്തിഖാർ വിരോധിക്കപ്പെട്ട കാര്യമാണ്. ഫഖ്ർ നടിക്കുക, ദുരഭിമാനം. അതുപോലെ തന്നെ വൽ ബഗി. ബഗി എന്ന് പറഞ്ഞാൽ അതിക്രമം. ഏത് വിധത്തിലുമുള്ള അക്രമങ്ങൾക്ക് ബഗി, വഴിവിട്ട പ്രവർത്തനങ്ങൾക്ക് ബഗി എന്ന് പറയും. ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. ഉപോത്ബലകമായി 2 ആയത്തുകളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ആയത്ത് സൂറത്തുൻ നജ്മിലെ 32-ാമത്തെ ആയത്താണ്. ഫലാ തുസക്കൂ അൻഫുസകും ഹുവ അഅലമു ബിമനിത്തഖാ. അല്ലാഹു പറയാണ്, ഫലാ തുസക്കൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ പരിശുദ്ധപ്പെടുത്തി സംസാരിക്കരുത്. സക്ക എന്ന് പറഞ്ഞാൽ പരിശുദ്ധപ്പെടുത്തി എന്നാണ്. സക്ക യുസക്കി, പരിശുദ്ധപ്പെടുത്തി. ഫലാ തുസക്കൂ, നിങ്ങൾ പരിശുദ്ധപ്പെടുത്തരുത്. നിങ്ങൾ പരിശുദ്ധപ്പെടുത്തരുത്. ആരെ? അൻഫുസക്കും, നിങ്ങളെ തന്നെ. ഹുവ, അല്ലാഹു, അവനാണ് അഅലമു, നന്നായി അറിയുന്നവൻ. ബിമനിത്തഖ, ബിമൻ ഇത്തഖ എന്നാണ്, അതാണ് ചേർത്ത് വായിക്കുമ്പോൾ ബിമനിത്തഖ എന്ന് വായിക്കുന്നത്. അള്ളാഹുവാണ് നന്നായി അറിയുന്നവൻ. ആരെക്കുറിച്ച്? ബിമനിത്തഖ, ആരാണ് തഖ്വയുള്ളവൻ എന്ന് നന്നായി അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ അതിൽ ഇടപെട്ട് സംസാരിക്കരുത്. ഇവിടെ ഈ അധ്യായത്തിൽ പറയുന്ന ഒന്നാമത്തെയും 2ാമത്തെയും കാര്യം ഇഫ്തിഖാറും ബഗയും, രണ്ടും മനുഷ്യന് അഹങ്കാരത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ദുർഗുണങ്ങളാണ്. ഒരാൾ നിങ്ങളെ എപ്പോഴും ഫഖ്ർ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അവനവനെ പുകഴ്ത്തലാണ് ഈ ഫഖ്ർ പറയൽ. അവനവൻ്റെ മേന്മകൾ, അവനവൻ്റെ ഗുണങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയലാണ് ഈ ഇഫ്തിഖാർ. അള്ളാഹുവിന് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണത് എന്ന് ഖുർആൻ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുകയില്ല മൻ കാന മുഖ്താലൻ ഫഖൂറ. ഫഖൂർ, ധാരാളമായി ഫഖ്ർ പറയുന്ന ആ വിധത്തിലുള്ള സ്വഭാവമുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. പല സ്ഥലത്തും ഖുർആൻ അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് ഒരു മനുഷ്യൻ്റെ വിനയത്തിൻ്റെ നേർവിപരീതമായ ഗുണമാണ്. വിനയമുള്ളവർ സ്വയം പുകഴ്ത്തി സംസാരിക്കുകയില്ല. സ്വന്തത്തെ പുകഴ്ത്തലാണ് ഇവിടെ പറയുന്ന തസ്കിയത്ത് കൊണ്ട് ഉദ്ദേശം. അവനവനെ തന്നെ പരിശുദ്ധപ്പെടുത്തുക. ഞാൻ എത്ര നല്ലവനാണ്, അല്ലെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പള്ളിയിൽ പോകും, ഞാൻ കൃത്യമായി ജമാഅത്തിനെത്തും, ഞാൻ കൃത്യമായി എൻ്റെ ഇടപാടുകളിലൊക്കെ സൂക്ഷ്മത പുലർത്തും, ഞാൻ അണപ്പൈ തീർത്ത് സക്കാത്ത് കൊടുക്കും, ഞാൻ സുന്നത്തിലൊക്കെ കണിച്ചതുള്ള ആളാണ്. ഇങ്ങനെ അവനവനെക്കുറിച്ച് തന്നെ അവനവൻ തന്നെ പുകഴ്ത്തി സംസാരിക്കുക, അത് വളരെ ഗുരുതരമായ പാപമായിട്ടാണ് ഇസ്ലാം പറയുന്നത്. അറബി
ജനതക്കും അതുപോലെ തന്നെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സംബോധിതരായിരുന്ന യഹൂദികൾക്കും നസറാനികൾക്കൊക്കെ ഈ സ്വഭാവം ഉണ്ടായിരുന്നു. അവരെ തന്നെ പുകഴ്ത്തി സംസാരിച്ചിരുന്നു. പലപ്പോഴും യഹൂദികളും നസറാനികളുമൊക്കെ അവകാശപ്പെട്ടിരുന്നത് നഹ്നു അബ്നാഉല്ലാഹ് വ അഹിബ്ബാഉഹു, ഞങ്ങളൊക്കെ അള്ളാൻ്റെ ആൺമക്കളാണ്, വ അഹിബ്ബാഉഹു, അള്ളാഹുവിൻ്റെ ഇഷ്ടപാത്രങ്ങളുമാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ യഹൂദികൾ പറയണം, യഹൂദി നസ്രാനിയൊക്കെ പറഞ്ഞിരുന്ന വാക്കുകളാണ്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അള്ളാൻ്റെ ആൾക്കാരാണ്, അള്ളാൻ്റെ ആൺമക്കളാണ്, അതുപോലെ തന്നെ അള്ളാൻ്റെ ഏറ്റവും പ്രിയങ്കരായ ആളുകളാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ലൻ തമസ്സനന്നാറു ഇല്ലാ അയ്യാമം മഅദൂദ, ഞങ്ങൾ നരകത്തിൽ കടക്കൂല, ഇനി അഥവാ കടക്കുകയാണെങ്കിൽ തന്നെ ലൻ തമസ്സനന്നാർ, നരകത്തി ഞങ്ങളെ സ്പർശിക്കുന്നതല്ല, ഇല്ല അയ്യാമം മഅദൂദ, എണ്ണപ്പെട്ട ചില ദിവസങ്ങളല്ലാതെ. അഥവാ നരകത്തിൽ ഞങ്ങൾ കടക്കുകയാണെങ്കിൽ തന്നെ വളരെ ചുരുങ്ങിയ നാളുകൾ മാത്രമേ ഞങ്ങളവിടെ കടത്തുള്ളൂ. പിന്നെ അവിടുന്ന് ഞങ്ങളെ പെട്ടെന്ന് സ്വർഗത്തിലേക്കാക്കും. കാരണം ഞങ്ങൾ അത്രയും അള്ളാഹുവിൻ്റെ വേണ്ടപ്പെട്ട ആളുകളാണ്. മാത്രമല്ല, അവർ പറഞ്ഞൊരു വിശുദ്ധ ഖുർആൻ വേറെയും പറഞ്ഞിട്ടുണ്ട്. വഖാലു, യഹൂദികളും നസറാനികളും പറഞ്ഞു, ലൻ യദ്ഖുലൽ ജന്ന ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ തിൽക അമാനിയുഹും ഖുൽ ഹാതു ബുർഹാനകും ഇൻ കുൻതും സാദിഖീൻ. അവരവകാശപ്പെട്ടു, ലൻ യദ്ഖുലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുന്നതേ അല്ല, ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ, യഹൂദിയോ നസറാനിയോ ആയവനല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് യഹൂദികളും നസറാനികളും പറഞ്ഞത്. അവരെ സ്വർഗത്തിലുണ്ടാവുള്ളൂ, വേറെ ആരും സ്വർഗത്തിലുണ്ടാവില്ല. അപ്പോൾ അവരെ തന്നെ സാമൂഹ്യമായും പേഴ്സണലായും ഒക്കെ അവരെ പുകഴ്ത്തി സംസാരിച്ചിരുന്നു. അല്ലാഹു തആല അവരുടെ ആ വാദം പറഞ്ഞിട്ട് ഉടനെ അടുത്ത വാചകം പറഞ്ഞതെന്താണ്? തിൽക അമാനിയുഹും, അതവരുടെ വ്യാമോഹം മാത്രമാണ്. അവരെ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്നുള്ളത് അവരുടെ പൂതി മാത്രമാണ്. ഉംനിയത്ത്, അമാനി, വ്യാമോഹം, അവരുടെ ആഗ്രഹങ്ങൾ മാത്രമാണത്. എന്നിട്ട് അല്ലാഹ് വളരെ ശക്തമായി പ്രവാചകരോട് പറയാണ്, ഖുൽ, നബിയെ പറയൂ, ഹാതു ബുർഹാനക്കും, നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരിൻ, ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ. നിങ്ങളെ സ്വർഗത്തിലുണ്ടാകൂ എന്നുള്ളത് നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ അതിനുള്ള ബുർഹാന് കൊണ്ടുപോവാ, നിങ്ങളുടെ തൊള്ള പോരാ അതിനെന്താ ന്യായം, അത് പറ. അവരുടെ വായടങ്ങി, അവർക്ക് മറുപടി പറയാൻ ഉണ്ടായിരുന്നില്ല. അപ്പം ഇത് യഹൂദികളുടെയും നസ്രാനികളുടെയും ഒരു സ്വഭാവമായിരുന്നു. പേഴ്സണലായിട്ട് ഓരോ വ്യക്തി അവരെ പുകഴ്ത്തും, കൂട്ടമായിട്ട് ഒരു സൊസൈറ്റി എന്ന നിലക്ക് യഹൂദികളും നസ്രാനികളുമായി ഞങ്ങളാണ് വമ്പന്മാർ, ഞങ്ങളാണ് സ്വർഗത്തിൻ്റെ ആളുകൾ എന്നിങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയെ പുകഴ്ത്തിക്കൊണ്ടും അവർ സംസാരിക്കും. ഇത് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി അവരെ അടച്ചാക്ഷേപിച്ചതാണ്. അത് വളരെ വൃത്തികെട്ട സ്വഭാവമാണ്, അത് അഹങ്കാരികളുടെ നയമാണ് എന്ന്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു പറയുന്നത്, അലം തറ ഇലല്ലദീന യുസക്കൂന അൻഫുസഹും. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് ചോദിക്കുന്നത്, കണ്ടില്ലേ പ്രവാചകരെ, ഇലല്ലദീന, ഒരു കൂട്ടം ആളുകളെ, അത് ഇവരെക്കുറിച്ചാണ്. യുസക്കൂന അൻഫുസഹും, അവർ അവരെ തന്നെ പുകഴ്ത്തുന്നു, എന്നിട്ട് അല്ലാഹു പറയുന്നു, ബലില്ലാഹു യുസക്കി മൻ യശാ. അവർ മനസ്സിലാക്കട്ടെ, എല്ലാവരും മനസ്സിലാക്കട്ടെ, അള്ളാഹുവാണ് അവനുദ്ദേശിക്കുന്നവരെ പുകഴ്ത്തുന്നത്. റബ്ബാണ് ഓരോരുത്തരുടെ മേന്മയും അതുപോലെ തന്നെ മഹത്വമൊക്കെ റബ്ബാ തീരുമാനിക്കുന്നത്, റബ്ബിനാണ് അതറിയാം. ഇവിടെയും പറയുന്നതാണ്, ഫലാ തുസക്കു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ എന്ത് ചെയ്യരുത്, പുകഴ്ത്തരുത്, പരിശുദ്ധപ്പെടുത്തരുത്. എന്താ കാരണം? എന്താ അതിന് കാരണം? ഹുവ, അള്ളാഹുവാണ് അഅലം, നന്നായി അറിയുന്നവൻ, ബിമനിത്തഖാ, ആരാണ് തഖ്വയുള്ളവൻ എന്ന്. അപ്പം സ്വന്തം പുകഴ്ത്തുമ്പോൾ ഞാൻ മുത്തഖിയാണെന്ന് പറയലാണ്, ഞാൻ മുത്തഖിയാണ്, ഞാൻ ഓക്കെയാണ്, വേറുള്ളവരൊക്കെ നോട്ട് ഓക്കെയാണ് എന്നാണെന്ന് പല ആളുകളും. അവർ നേർക്കുനേരെ വ്യക്തമായി അങ്ങനെ പറഞ്ഞില്ലെങ്കിലും അതാണിന്ന് പലരുടെയും നിലപാട്. മറ്റു പലരെയും വിമർശിക്കുമ്പോൾ അവൻ്റെ കാര്യം സേഫാണെന്നാണ് അവൻ വിചാരിക്കുന്നത്. ഇത് യഹൂദിയുടെയും നസറാനിയുടെയും സ്വഭാവമാണ്. 5 നേര നമസ്കാരങ്ങളിലൂടെ നമ്മൾ അള്ളാഹുവിനോട് താണ് കേണ് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ വഴിയിൽ നീ ഞങ്ങളെ ചേർക്കണം. ആ വഴി നിൻ്റെ അമ്പിയാക്കളും ശുഹദാക്കളും സിദ്ദീഖുകളും സ്വാലിഹീങ്ങളും നടന്നുപോയ വഴിയാണ്.
അതാണ് അൻഅംത അലൈഹിം. എന്നാൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീനിൻ്റെ വഴിയിൽ ഞങ്ങളെ ചേർക്കല്ലേ, അതാണ് യഹൂദികളും നസറാനികളും. യഹൂദി നസറാനികളുടെ സ്വഭാവമാണ് സ്വയം പുകഴ്ത്തൽ. അതിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്നാണ് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന ആത്മാർത്ഥമാണെങ്കിൽ നമ്മുടെ വാക്കുകളിലോ നമ്മുടെ പെരുമാറ്റങ്ങളിലോ ഞാനൊരു വിശുദ്ധനാണ് എന്നുള്ള നയമോ സംസാരമോ അതിലേക്ക് വഴിവെക്കുന്ന വാക്കുകളോ ഉണ്ടായിത്തീരുവാൻ പാടില്ല. ഇതാണ് അള്ളാഹു പറയുന്നത്. അത് ഇഫ്തിഖാറിൻ്റെ ലക്ഷണമാണത്, ഫഖർ പറയലാണത്. എന്നെ പുകഴ്ത്തുമ്പോൾ ഞാൻ എൻ്റെ കിബിറാണ് എന്നെക്കൊണ്ട് അത് പറയിപ്പിക്കുന്നത്, അതുകൊണ്ടത് പാടില്ല. ഇനിയും അതേപോലെ തന്നെ അടുത്ത ആയത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, സൂറത്തു ശൂറ 42-ാമത്തെ സൂക്തം, ഇന്നമസ്സബീലു അലല്ലദീന യളിമൂന അന്നാസ വയബ്ഗൂന ഫിൽ അർദി ബിഗൈരിൽ ഹഖ് ഉലൈക ലഹും അദാബുൻ അലീം. അവിടെ പറയുന്നത് ബഗയിനെതിരെയുള്ള അധ്യായത്തിൽ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ഇഫ്തിഖാർ, മറ്റൊന്ന് ബഗി. ഇന്നമസ്സബീലു തീർച്ചയായും കുറ്റം ആരോപിക്കുവാനുള്ള വഴി ആരുടെ മേൽ മാത്രമാണ്? അലല്ലദീന യളിമൂന അന്നാസ, ജനങ്ങളോട് അക്രമം പ്രവർത്തിക്കുന്നവരുടെ മേൽ. അതുപോലെ തന്നെ വയബ്ഗൂന ഫിൽ അർദി, അവർ ഭൂമിയിൽ അതിക്രമം പ്രവർത്തിക്കുന്നു, അതാണ് ബഗി. വയബ്ഗൂന, അവർ അതിക്രമം പ്രവർത്തിക്കുന്നു, ഫിൽ അർദി, ഭൂമിയിൽ, ബിഗൈരിൽ ഹഖ്, ഒരു ന്യായവും കൂടാതെ, അന്യായമായി. ഉലൈക ലഹും അദാബുൻ അലീം, അത്തരം ആളുകൾക്ക് പെയിൻഫുള്ളായ പണിഷ്മെൻ്റ് ഉണ്ട്, വേദനാജനകമായ ശിക്ഷയുണ്ട്. വളരെ കൃത്യമാണ് ബഗി വിരോധിക്കുന്ന ആയത്താണിത്. വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് ഈ ബഗീനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ വൽ ഇഹ്സാൻ വഈതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅ്ളുകും ലഅല്ലകും തദക്കറൂൻ. അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു 3 കാര്യങ്ങൾ, അള്ളാഹ് നിങ്ങളോട് വിരോധിക്കുന്നു 3 കാര്യങ്ങൾ. അതിൽ അവസാനം പറഞ്ഞത് വൽ ബഗി യഅ്ളുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ ഉപദേശിക്കുകയാണ്, നിങ്ങൾ കാര്യങ്ങൾ നേരാം വണ്ണം ചിന്തിച്ച് നന്നായി തീരുവാൻ വേണ്ടി എന്ന് റബ്ബ് മറ്റൊരായത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ബഗി എന്ന് പറയുന്നത് മനുഷ്യർ ചെയ്യുന്ന ഏറ്റവും വളരെ മോശപ്പെട്ട ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ഈ ഇഫ്തിഖാറിൽപ്പെട്ടതാണ് മനുഷ്യൻ്റെ ഈ പെരുമ നടിക്കുക എന്നുള്ളത്. മനുഷ്യൻ തൻ്റെ ആരോഗ്യത്തിൻ്റെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ, മക്കളുടെ പേരിൽ, ദീനിൻ്റെ പേരിൽ, അറിവിൻ്റെ പേരിൽ, സ്ഥാനത്തിൻ്റെ പേരിൽ, സൗന്ദര്യത്തിൻ്റെ പേരിൽ ഒക്കെ ആളുകൾ ഇന്ന് ഫഖർ പറയും, ഊറ്റം കൊള്ളും, പൊങ്ങച്ചം നടിക്കും. അതൊക്കെയാണ് ഫഖർ. അങ്ങനെ നടിച്ചവരെയൊക്കെ വിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്ത ഗുണപാഠങ്ങൾ നമ്മെക്കൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും അള്ളാഹു സൂറത്തുൽ കഹ്ഫിലൂടെ പാരായണം ചെയ്യിപ്പിക്കുന്നുണ്ട്. ധനത്തിൻ്റെയും മക്കളുടെയും പേരിൽ ഫഖർ പറഞ്ഞ ഒരു തോട്ടക്കാരൻ്റെ കഥ സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു പറയുന്നുണ്ട്. വദ്രിബ് ലഹും മസല റജുലൈനി ജഅൽനാ ലിയഹദിഹിമാ ജന്നതൈനി മിൻ അനാബിൻ വഹഫഫ്നാഹുമാ ബിനഖ്ലിൻ വജഅൽനാ ബൈനഹുമാ സർഅ എന്നിങ്ങനെ പറഞ്ഞിട്ട് 2 തോട്ടക്കാരായ ആളുകൾ, അവരിൽ ഒരാൾ നല്ല ഭക്തനായിരുന്നു, മറ്റേയാൾ ഭക്തി തൊട്ട് തീണ്ടിയിട്ടില്ലാത്തൊരു വലിയ സമ്പന്നനായിരുന്നു. അയാളുടെ കയ്യിൽ മുന്തിരിത്തോപ്പുകളുണ്ടായിരുന്നു, ഈത്തപ്പനയുടെ തോട്ടങ്ങളുണ്ടായിരുന്നു. അവക്കിടയിൽ ജലസേചന സൗകര്യാർത്ഥം നല്ല ശുദ്ധമായ അരുവി ഒഴുകിയിരുന്നു. ഇതിൻ്റെയൊക്കെ പേരിൽ നെകളിപ്പ് പറഞ്ഞ ആളായിരുന്നു ആ തോട്ടക്കാരൻ. അയാൾ ഈ മോമിനായ മനുഷ്യൻ്റെ അടുത്തേക്ക് വരുമ്പോഴൊക്കെ അയാളോടിങ്ങനെ പറയും, അയാളോടുള്ള സംഭാഷണ മധ്യേ ഇയാളിങ്ങനെ പറയും, നീ വലിയ ഭക്തനും നീ വലിയ സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ആളൊക്കെ ആയിട്ട് എന്താ കാര്യം? എന്നെ കണ്ടില്ലേ? അന അക്സറു മിൻക മാലം വവലദ. ഞാൻ അക്സറു മിൻക, എടോ നിന്നേക്കാൾ ഏറ്റവും അധികമുള്ളവനാണ്. മാലൻ, സമ്പത്ത് കൊണ്ടും, വവലദൻ, മക്കളെ കൊണ്ടും. സമ്പത്തും സന്താനങ്ങളും കൊണ്ടൊക്കെ ധാരാളമായിട്ട് എൻ്റെ അടുക്കലാണ് ഉള്ളത്, നിനക്കെന്താ ഉള്ളത് എന്നിങ്ങനെ ഇയാളോട് ഇങ്ങനെ ഫഖർ പറയും, മേനി പറയും, പൊങ്ങച്ചം പറയും. അപ്പം ഈ മുഅ്മിനായ മനുഷ്യൻ പറയും, അല്ലാഹനെ മറക്കല്ലേ. ഖാല ലഹു സാഹിബുഹു വഹുവ യുഹാവിറു അകഫർത ബില്ലദീ ഖലഖക
മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ സവ്വാക റജുല ലാകിന്ന ഹുവല്ലാഹു റബ്ബി വലാ ഉശ്രികു ബിറബ്ബി അഹദ എന്നിങ്ങനെ ഈ മനുഷ്യൻ, മോമിനായ മനുഷ്യൻ അദ്ദേഹത്തെ ഗുണദോഷിക്കും. പ്രിയപ്പെട്ട സഹോദര, നിങ്ങളിങ്ങനെ അഹങ്കാരം പറയല്ലേ. നിങ്ങളെ സൃഷ്ടിച്ച് നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകിയ ആ റബ്ബിനെ നിഷേധിച്ചുകൊണ്ടുള്ള സംസാരം വേണ്ട. അങ്ങനെ നിങ്ങൾ സംസാരിക്കുകയാണോ? അത് പാടില്ല എന്നൊക്കെ ഈ നല്ലവനായ മുഅ്മിനായ വിശ്വാസി തൻ്റെ കൂട്ടുകാരനോട് വളരെ തന്മയത്വത്തോടെ നസീഹത്തോടെ പറഞ്ഞു നോക്കിയിരുന്നു. പക്ഷെ അത് അയാൾ ചെവിക്കൊണ്ടിരുന്നില്ല. ഈ ഫഹറുള്ളവർക്ക് ഉപദേശങ്ങൾ അത്ര ഗുണം ചെയ്യൂല. ഒക്കെ ഞാനത്ര കേട്ടതാ എന്ന മട്ടാണ് ഫഹർ പിടികൂടിയാലുണ്ടാവുക. ഇഫ്തിഖാർ എന്ന സ്വഭാവം ഉണ്ടായാൽ പിന്നെ മൗഇളത്തിന് അവിടെ സ്ഥാനം ഉണ്ടാവില്ല. ഉപദേശിക്കുന്ന ഉപദേശികളുടെ ഉപദേശത്തെ അവർ കേൾക്കൂല, അത് ചെവിക്കൊള്ളൂല. കാരണം കിബിറിൻ്റെ ലക്ഷണം തന്നെ എന്താണ്? ബത്തറുൽ ഹക്കാണ്, വഗംതുന്നാസാണ്. ജനങ്ങളെ നിന്ദിക്കുക, ഹക്കിനെ നിരാകരിക്കുക, അതാണ് കിബിറിൻ്റെ ലക്ഷണം തന്നെ. അല്ലാതെ ധരിക്കുന്ന ചെരുപ്പോ ഉടുപ്പുകളോ നടപ്പിരിപ്പോ വേഷവിധാനമോ ഭംഗിയാർന്ന വിധത്തിലാവുക എന്നുള്ളതല്ലല്ലോ അഹങ്കാരത്തിൻ്റെ ഡെഫിനിഷനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. എന്താണ്? അൽ കിബറു ബത്തറുൽ ഹഖി, സത്യത്തെ നിരാകരിക്കലാണ്. സത്യം പറയുന്നവരോടും പുച്ഛായിരിക്കും, അത് ഉപദേശിക്കുന്നവരോട് വെറുപ്പായിരിക്കും, അവരെ പരിഹാസമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ തോട്ടക്കാരനോട് ഈ മോമിനായ മനുഷ്യൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും അയാളിൽ അത് ഒരു ചലനവും സൃഷ്ടിച്ചില്ല. അയാളുടെ അതേ കിബിറിൽ തന്നെ മുന്നോട്ട് പോയി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ സംഭവിച്ചതെന്താണ്? അദ്ദേഹത്തിൻ്റെ തോട്ടം കത്തിക്കരിഞ്ഞുപോയി. ഒന്നിനും കഴിയാതെ ആ തോട്ടം നിലംപതിച്ചു. ഫഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹാ യഖൂൽ, അപ്പോൾ അയാൾ പറയാൻ തുടങ്ങി, യാ ലൈതനി ലം ഉശ്രിക് ബിറബ്ബി അഹദ, ഞാൻ എൻ്റെ റബ്ബിൽ പങ്കു ചേർക്കുന്ന സംസാരം സംസാരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അയാൾ കൈമലർത്തുകയാണ്. എപ്പോഴാണ് കൈമലർത്തുന്നത്? നശിക്കേണ്ടതൊക്കെ നശിച്ചു, തകരേണ്ടതൊക്കെ തകർന്നു. അയാൾ സീറോ ആയപ്പോൾ അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിൽ കയറി സംസാരിച്ചിരുന്ന അയാൾ വളരെ താഴേക്ക് വന്ന് സംസാരിക്കാൻ തുടങ്ങി. തെറ്റ് പറ്റിപ്പോയി, ഞാനങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന്. പക്ഷെ അയാളുടെ അപ്പോഴത്തെ ആ സംസാരം കൊണ്ടൊന്നും തോട്ടം രക്ഷപ്പെടൂലല്ലോ. ഫലം തകുല്ലഹു ഫിഅതു യൻസുറൂനഹു മിൻ ദൂനില്ലാഹ് വമാ കാന മുൻതസിറ ഹുനാലികൽ വലായതു ലില്ലാഹിൽ ഹഖ് ഹുവ ഖൈറുൻ സവാബ വഖൈറുൻ ഉഖ്ബാ. സൂറത്തുൽ കഹ്ഫ്. അള്ളാഹു വളരെ വ്യക്തമായി പറയാണ്, അവിടെ അയാളെ ഒന്നും സഹായിക്കാൻ ആരും ഉണ്ടായില്ല. സമ്പത്തൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഇയാളുടെ പിന്നിൽ ഒരുപാട് അണികളുണ്ടായിരുന്നു. അള്ളാഹ് പറയാണ്, തോട്ടം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന കാഴ്ച കണ്ട് ഇയാളാകെ നിസ്സഹായതയോടുകൂടി കൈമലർത്തുന്ന വേളയിൽ വലം തകുല്ലഹു ഫിഅത്തുൻ, അയാൾക്ക് ഒരു സംഘവും ഉണ്ടായില്ല, യൻസുറൂനഹു, അയാളെ ഹെൽപ്പ് ചെയ്യാൻ, മിൻ ദൂനില്ലാഹ്, റഹ്മാനായ റബ്ബിനെ കൂടാതെ. അപ്പോൾ എല്ലാ ആഴ്ചയും നമ്മൾ സൂറത്തുൽ കഹ്ഫിലൂടെ ഒരു പാഠം പഠിക്കുന്നുണ്ട്. അള്ളാഹു നൽകിയ സമ്പത്ത് റബ്ബ് നൽകിയതാണെന്ന വിനയം വേണം. ആ റബ്ബ് പൊരുത്തപ്പെടുന്ന വിധത്തിലെ അത് കൈകാര്യം ചെയ്യാവൂ. അതിന് വിപരീതമായി പ്രവർത്തിച്ചവനെ റബ്ബ് വെറുതെ വിട്ടിട്ടില്ല. എല്ലാം ഉണ്ടായിരുന്ന അവൻ സീറോ ആയ ചരിത്രമാണ് സൂറത്തുൽ കഹ്ഫ് എല്ലാ ആഴ്ചയും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പം അതുകൊണ്ട് അല്പം പോലും ഇഫ്തിഖാറിൻ്റെ വർത്തമാനം നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ന്യായമത്തിൻ്റെ പേരിലാണല്ലോ ഈ അഹങ്കാരമൊക്കെ. അറിവിൻ്റെ പേരിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഏതൊക്കെ എണ്ണി പറഞ്ഞു അതിൻ്റെ ഒക്കെ പേരിൽ മനുഷ്യൻ അഹങ്കരിക്കും, അഹങ്കാരത്തിൻ്റെ വർത്താനം പറയും. അതേപോലെ തന്നെ കുടുംബത്തിൻ്റെ പേരിൽ അഭിമാനം പറയും, തറവാടിൻ്റെ പേരിൽ. തറവാട്, ഞങ്ങളുടെ തറവാട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ, ഞങ്ങളുടെ നാട്ടിൽ വമ്പിച്ച തറവാടാ, ഒരുപാട് മെമ്പർമാരുള്ള തറവാടാ, ഞങ്ങളൊരു കുടുംബയോഗക്കൊന്ന് വിളിച്ചു നോക്കണ്ടേ, ഒരു ഓഡിറ്റോറിയവും മതിയാവില്ല, ഒരു മൈതാനവും മതിയാവില്ല എന്നൊക്കെ വർത്താനം പറയുന്ന ആളുകളുണ്ട്. ഞങ്ങളെ കുടുംബത്തിൽ നിന്നൊന്നും ആ കുടുംബത്തിലേക്ക് കല്യാണം കൊടുക്കാൻ പറ്റൂല, കാരണം അതിനൊന്നും ആരും വളർന്നിട്ടില്ല. ഇങ്ങനെ നെസബിൻ്റെ പേരിൽ, തറവാടിൻ്റെ പേരിലൊക്കെ എന്ത് പറയുന്ന ആളുകളുണ്ട്. ഈ വിധത്തിലുള്ള മോശപ്പെട്ട രൂപത്തിലുള്ള സംസാരിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു കാലഘട്ടത്തിൽ, ഇപ്പോഴൊക്കെ കുറേ കുറഞ്ഞു, നമ്മുടെ നാട്ടിൽ ഈ പഴമക്കാർക്കിടയിൽ ധാരാളമായി നിലനിന്നിരുന്നൊരു സംസാരമാണത്. വിവാഹത്തിൻ്റെ ഘട്ടത്തിൽ വരുമ്പോൾ തറവാടൊക്കെ ചോദിച്ചറിയും, അവരേതാ കുടുംബം, അവരെത്ര കണ്ട് വലിയ സമ്പന്നരൊക്കെ ഉള്ള കുടുംബമാണ്. അങ്ങനെ തറവാടൊക്കെ നോക്കിയിട്ട് ആ പെണ്ണ് കൊടുക്കുകയും പെണ്ണ് എടുക്കുകയും ചെയ്യാം.
വാസ്തവത്തിൽ മനുഷ്യ, നിനക്ക് എന്താണ് അങ്ങനെ തറവാടിത്തത്തിൻ്റെയും കുലമഹിമയുടെയൊക്കെ പേര് പറയാൻ എന്ത് അധികാരമാണ് ഉള്ളത്? നമുക്കതിനൊക്കെ അധികാരം ഉണ്ടോയെന്നാണ് വാസ്തവത്തിൽ. വെളിയങ്കോട് ജീവിച്ചിരുന്ന ഒരു ചരിത്ര പുരുഷനുണ്ടായിരുന്നു, വെളിയങ്കോട് ഉമർ ഖാദി. വെളിയങ്കോട് ഉമർ ഖാദി എന്നറിയപ്പെടുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഈ ജാതീയതയുടെ പേരിലും അതുപോലെ തന്നെ മുസ്ലിം ഉമ്മത്തിൽ ഈ തറവാടിത്തത്തിൻ്റെ പേരിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കല്യാണവും കഴിപ്പിക്കലും കൊടുക്കലും ഒക്കെ അല്ലാതെ ആളുകൾ വല്ലാതെ അതിൻ്റെ പേരിൽ ഫഖർ പറഞ്ഞിരുന്നൊരു കാലത്ത് അദ്ദേഹം ഒരു കവി കൂടിയായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് കവിതകൾ അദ്ദേഹത്തിൻ്റെ ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. അദ്ദേഹം പാടി അന്നത്തെ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി അദ്ദേഹം അവരുടെ മുമ്പിൽ ഒരു കവിതാശകലം ചൊല്ലി എന്നാണ്. അയാ ഫാഖിറൻ ബിൻ നസബി കൈഫ തഫാഖുറു വസുലൂകുമു മിൻ ഖബ്ലു തീയം വനായരു വ ആശാരി മൂശാരി വ മണ്ണാനു പാണരു വ കൊയപ്പാനു ചെട്ടീവ നായാടി പറയരൂ. അറബി മലയാളവും കൂടി ചേർത്തിട്ട് അദ്ദേഹം അന്ന സമൂഹത്തിലുണ്ടായിരുന്ന ആ ഒരു ജീർണതയെ അതിശക്തമായി അദ്ദേഹം എതിർത്ത വരികളാണ്. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയോ? അയാ ഫാഖിറൻ ബിൻ നസബി, ഈ തറവാടിത്തത്തിൻ്റെയും കുടുംബമഹിമയുടെയും കുലമഹിമയുടെയൊക്കെ പേര് പറഞ്ഞിട്ട് ഫഖർ നടിക്കുന്ന മനുഷ്യ, കൈഫ തഫാഖുറു, നിനക്ക് എങ്ങനെ അത് പറയാൻ കഴിയുന്നു? എന്ത് തറവാടാ നിനക്കുള്ളത്? നിൻ്റെ ഒരു 4 വാപ്പപ്പാപ്പന്മാരെ നിൻ്റെ പേര് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയുമോ? എൻ്റെ ഉപ്പായുടെ പേര് എനിക്ക് ചോദിച്ചാൽ പറയാൻ കഴിയും. ഏറി വന്ന വെല്ലിപ്പാടെ പേര് പറയും. നമ്മൾ ഓരോരുത്തരും ആലോചിക്ക്, നമുക്ക് നമ്മളപ്പാടെ പേരെന്തായാലും അറിയാം, വല്ലിപ്പാൻ്റെ പേരറിയാം. വല്ലിപ്പാൻ്റെ വാപ്പാൻ്റെ പേര് ഇവിടെ എത്ര ആൾക്കറിയാം? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തന്നെ ആലോചിച്ച് നോക്ക്, അറിയൂല. അവിടുന്ന് അങ്ങോട്ട് 1ഉം 2ഉം 3ഉം ഒക്കെ വല്ലിപ്പന്മാർ, അത്രയൊന്നും പോകേണ്ടി വരില്ല. അങ്ങനെയാണ് പോയി കഴിഞ്ഞാൽ നിൻ്റെ അവസ്ഥ എന്താ? അസുലുക്കും, നിൻ്റെ അസുല് തെരഞ്ഞു നോക്കാൻ നിന്നാൽ മിൻ ഖബ്ലു, നീ മുമ്പ് ആരായിരിക്കും? തീയന്മാരായിരിക്കും. നായരു, നായരായിരിക്കും. ആശാരി, മൂശാരി, മണ്ണാൻ, പാണൻ, കൊയപ്പാൻ, ചെട്ടിയേര്, നായാടി, പറയൻ, ഇതൊക്കെ ആയിരിക്കും നിൻ്റെ അസലിലേക്ക് എത്തുക. എന്നിട്ടാണോ നീ ഇപ്പം അങ്ങനെ ഓരോരുത്തരെ കല്യാണം അന്വേഷിക്കുമ്പോൾ എൻ്റെ തറവാട് ഏതാ, ഓളെ തറവാട് ഏതാ, ഓൾക്ക് എത്ര, എന്താ ഓളെ കബീല, ഇതൊക്കെ ചോദിക്കാൻ നീ ആരാണോടോ എന്നാ ചോദിക്കുന്നത്. ആ കാലഘട്ടത്തിൽ അദ്ദേഹം അതിശക്തമായി ജാതീയതയുടെ കുലമഹിമയുടെ പേരിൽ പരസ്പരം പെണ്ണ് കൊടുക്കാതെയും എടുക്കാതെയും ഉണ്ടായിരുന്നൊരു കാലത്ത് അതിശക്തമായി നേരിട്ട വരികളാണത്. അപ്പം ഇത് അറേബ്യൻ ജാഹിലിയത്തിൻ്റെ സമ്പ്രദായമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർബഉൻ ഫീ ഉമ്മത്തി മിൻ അംരിൽ ജാഹിലിയ്യ ലാ യത്റുകൂനഹുന്ന അൽ ഫഖ്റു ഫിൽ അഹ്സാബി വത്തഅനു ഫിൽ അൻസാബി വൽ ഇസ്തിസ്ഖാഉ ബിൻ നുജൂമി വൻ നിയാഹ. റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്. എന്താണ് പറയുന്നത്? 4 കാര്യങ്ങൾ ജാഹിലിയ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ്. ലാ യത്റുകൂനഹുന്ന, അവരത് ഉപേക്ഷിക്കാറേയില്ല. ജാഹിലിയത്തിൽ നിലനിന്നിരുന്ന 4 കാര്യങ്ങളുണ്ട്, അത് അവർ ഉപേക്ഷിക്കാറേയില്ല. അത് ഇന്നും പലരും നിലനിർത്തുന്നുണ്ട് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത്. ഒന്നെന്താ എണ്ണിയത്? അൽ ഫഖ്റു ഫിൽ അഹ്സാബി, തറവാടിൻ്റെ പേരിൽ മേന്മ പറയുക. ഈ പറഞ്ഞ തന്നെ സ്വന്തം തറവാടിൻ്റെ മേന്മ പറയൽ മാത്രമല്ല, വത്തഅനു ഫിൽ അൻസാബി, കുടുംബബന്ധം പറഞ്ഞിട്ട് കുത്തി പറയുകയും ചെയ്യും. ഓൻ്റെയൊക്കെ തറവാട് ഓൻ്റെ കുടുംബമൊക്കെ ചെന്ന് ചേരുന്ന ആളെ എവിടെയാണെന്ന് എനിക്കറിയാലോ, ഓൻ്റെ വാപ്പാനി ഇപ്പാപ്പാനി ഇപ്പാപ്പാൻ്റെ പാപ്പാനി കുത്തി പറയും. തഅനു ഫിൽ അൻസാബ്. വൽ ഇസ്തിസ്ഖാഉ ബിൻ നുജൂമി, നക്ഷത്രങ്ങളെ കൊണ്ട് മഴയെ കാര്യങ്ങളെ പ്രവചിക്കൽ. നക്ഷത്രങ്ങൾ നോക്കിയിട്ടിങ്ങനെ ഓരോ നക്ഷത്രം, ഇന്ന നക്ഷത്രം, ആ നക്ഷത്രമാണ് നമുക്ക് മഴ തന്നത്, ഞാറ്റുവേല. അതുപോലെ തന്നെ ഇന്ന് മലയാളം കലണ്ടറുകളിലൊക്കെ കാണാൻ സാധിക്കും, ഇന്ന ഞാറ്റുവേല, ഇന്ന രാശി, ഇന്ന നക്ഷത്രം ഉദിച്ച നേരം അത് മഴ, അതുകൊണ്ടാണ് മഴ കിട്ടിയത്. അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു കാഫിറുകളുടെ വർത്തമാനമാണത് എന്ന്. വിധങ്ങൾ പറഞ്ഞു, രാത്രി മഴ കിട്ടിയപ്പോൾ ഒരു ദിവസം നേരം പുലർന്നപ്പോൾ അള്ളാഹിൻ്റെ റസൂല് സഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇന്നലെ ചില പ്രത്യേക നിയമങ്ങൾ ഗൗരവത്തോടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആളുകളൊക്കെ മഴയെക്കുറിച്ച് ചിലരൊക്കെ പറയും മുത്തിർനാബി നൗ ഇ കദാ വ കദാ, ഇന്ന ഇന്ന നക്ഷത്രം കൊണ്ട്, ഞാറ്റുവേല കൊണ്ട്, അല്ലെങ്കിൽ ഇന്ന ഇന്ന താരത്തിൻ്റെ ഉദയം കൊണ്ടാണ് ഞങ്ങൾക്ക് മഴ കിട്ടിയത് എന്ന് പറയുന്ന ആളുകളുണ്ട്. അവർ കാഫിറുകളാണ്. അത് കുഫറിൻ്റെ വർത്തമാനമാണ്. മറിച്ച് വിശ്വാസി എന്ത് മാത്രമേ പറയാവൂ? മുത്തിർന
ബിഫദ്ലില്ലാഹ്, മുത്തിർന ബിഫദ്ലില്ലാഹ്, അള്ളാഹുവിൻ്റെ ഔദാര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് മഴ കിട്ടിയത് എന്ന്. കാരണം നക്ഷത്രങ്ങളും താരങ്ങളുമൊക്കെയാണ്, ഗ്രഹങ്ങളുമൊക്കെയാണ് മഴയുടെ മാനദണ്ഡമെങ്കിൽ കൃത്യമായിട്ട് അങ്ങനെ തന്നെ വരണ്ടേ? കൃത്യമായിട്ട് അങ്ങനെ തന്നെ വരണ്ടേ? അങ്ങനെ വരുന്നുണ്ടോ? വരുന്നില്ലല്ലോ. പ്രവചിച്ചാൽ അന്ന് മഴ തീരല്ല. തുടർച്ചയായി ശക്തമായ കാറ്റുണ്ടാവും, മഴ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അന്ന് തീരെ ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ആരാത് കൈകാര്യം ചെയ്യുന്നത്? റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. റബ്ബാണ്. അവനുദ്ദേശിക്കുന്നിടത്തേക്ക് അതുണ്ടാകും. അവൻ അത് വേണ്ടാന്ന് വെച്ചാൽ ആർക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ശുദ്ധ ഖുർആൻ നമ്മൾ ഡെയിലി പാരായണം ചെയ്യൽ പ്രത്യേകം സുന്നത്തുള്ള സൂറത്തുൽ മുൽക്കിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു ചോദിച്ചിട്ടുമുണ്ട്. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. വെള്ളമെങ്ങാനും വറ്റിയിരുന്നുവെങ്കിൽ കൊണ്ടുവരാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്ക് സാധിക്കും? ശുദ്ധജലം കൊണ്ടുവരാൻ ആർക്ക് സാധിക്കും? റബ്ബിൻ്റെ വെല്ലുവിളിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ നുജൂമുകളെ കൊണ്ട് മഴ പ്രവചിക്കുന്ന ലക്ഷണം ജാഹിലിയത്താണ്. നാലാമത് പറഞ്ഞു വന്നിയാഹത്തു. നിയാഹത്ത് എന്ന് പറഞ്ഞാൽ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അലമുറയിട്ട് കരയലുകളും അങ്ങേയറ്റം മോശപ്പെട്ട വിധത്തിലുള്ള ദുഃഖപ്രകടനങ്ങളുമാണ്. ജാഹിലിയ കാലത്ത് ഒരു മരണം നടന്നു കഴിഞ്ഞാൽ സ്ത്രീകളൊക്കെ മുടി അഴിച്ചാടും, അതുപോലെ തന്നെ വസ്ത്രം വലിച്ചു കീറും, അങ്ങാടികളിലൂടെ തെരുവുകളിലൂടെ അവർ അട്ടഹസിച്ച് നടക്കും. അവരുടേതായ ഗുണഗണങ്ങൾ പറയാനും വിവരിക്കാനും വേണ്ടി അനൗൺസ്മർമാരെ അവർ നിയോഗിക്കുകയും ചെയ്യും. ഇതൊക്കെ ജാഹിലിയത്തിലുണ്ടായിരുന്ന നിയാഹത്താണ്. അതുകൊണ്ട് തന്നെ ഈ നാലും വളരെ വെറുക്കപ്പെട്ട കാര്യമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ മറ്റൊരു ഹദീസിൽ പറഞ്ഞിരുന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? തറവാടിത്തത്തിൻ്റെ പേരിൽ മേന്മ പറയുന്ന ഒരവസ്ഥ, സമ്പത്തിൻ്റെ പേരിൽ ഖാറൂൻ മുതലാളി നേരത്തെ അൽ കഹ്ഫിൽ നമ്മൾ പറഞ്ഞ അതിനേക്കാൾ ഗുരുതരമായ നിലക്കായിരുന്നു അവൻ്റെ ഇടപെടലുകൾ. വളരെ വ്യക്തമായി സൂറത്തുൽ ഖസസിൽ മൂസാ അലൈഹിസ്സലാമിൻ്റെ ജനതയിലുണ്ടായിരുന്ന വലിയ സമ്പന്നനെ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. മൂസാ നബിയുടെ അനുയായി ആയിരുന്നു അവൻ. പിന്നെ അവൻ്റെ പണത്തിൻ്റെ അഹങ്കാരം കൊണ്ട് അവൻ മൂസാ നബിയോട് ധിക്കാരം പ്രവർത്തിച്ചവനാണ്. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ. ഖാറൂൻ മൂസാ നബിയുടെ ജനതയിൽപ്പെട്ടവനായിരുന്നു. ഫബഗ അലൈഹിം. പക്ഷെ അവൻ ബഗി കാണിച്ചു, അവൻ അതിക്രമം പ്രവർത്തിച്ചു. വആതൈനാഹു മിനൽ കുനൂസ്. അവന് ഞാൻ നിധി കുംഭങ്ങൾ കൊടുത്തിരുന്നു, നിക്ഷേപങ്ങൾ ധാരാളം കൊടുത്തിരുന്നു. വൻ ബാലൻസ് ആയിരുന്നു അവനുണ്ടായിരുന്നത്. ധാരാളക്കണക്കിന് ബാലൻസിൻ്റെ ഉടമയായിരുന്നു. അവൻ്റെ ബാലൻസും ഖജനാവുമൊക്കെ പൂട്ടിയ താക്കോലുകൾ കൊണ്ട് നടക്കാൻ വരെ വൻ പട്ടാളങ്ങൾ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വലിയ വമ്പൻ മുതലാളി. അവൻ്റെ അഹങ്കാരവും അവൻ്റെ വർത്തമാനവുമൊക്കെ കണ്ടപ്പോൾ മൂസാ അലൈഹിസ്സലാമിൻ്റെ അനുയായികളും മുഅ്മിനീങ്ങളും ഒക്കെ പറഞ്ഞു നോക്കി, ഖാറൂനെ, അള്ളാനെ മറന്ന് കളിക്കല്ലേ, റബ്ബിനെ മറന്ന് കളിക്കല്ലേ, ഇത് അള്ളാഹ് തന്നതാ നിങ്ങൾക്ക്. മുഖത്തടിച്ച പോലെയുള്ള മറുപടി അവൻ പറഞ്ഞത്, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. ഇതൊക്കെ എൻ്റെ അറിവുകൊണ്ട് നേടിയതാ, എൻ്റെ കഴിവുകൊണ്ട് നേടിയതാണ്. കണ്ടോ, അവൻ്റെ അറിവിൻ്റെ പേരിൽ, അവൻ്റെ സമ്പത്തിൻ്റെ പേരിൽ അവൻ ഫഖ്റ് പറഞ്ഞു. എന്താ ഉണ്ടായത്? അന്നുണ്ടായിരുന്ന ദുർബല വിശ്വാസികൾ വരെ കൊതിച്ചുപോയി അവൻ്റെ പണം കണ്ടിട്ട്. എന്തല്ലേ അയാളുടെ ഒരു സമ്പത്ത്, എന്താ അയാളുടെ ഒരു കൊട്ടാരം, എന്താ അയാളുടെ വാഹന വ്യൂഹം, എത്രയാണ് അയാളുടെ പിന്നാലെ പരിചാരകന്മാർ, എത്രയാണ് അയാളുടെ അനുയായി വൃന്ദം. വല്ലാത്ത അത്ഭുതം കൂറിയെന്ന് മാത്രമല്ല, ഞങ്ങൾക്കും ഇതുപോലെ കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് കൊതിക്കുക പോലും ഉണ്ടായി. പക്ഷേ അവൻ്റെ അഹങ്കാര പ്രകടനത്തിന് വേണ്ടി അവൻ നടുറോട്ടിലിറങ്ങി കവാത്ത് നടത്തുമ്പോൾ പണത്തിൻ്റെ വളവളപ്പ് മാലോകരെ കാണിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ദിവസം ഭൂമി അവനെ വിഴുങ്ങി. ഫഖസഫ്നാ ബിഹി, അവനെ വിഴുങ്ങി. ബിദാരിഹി, അവൻ്റെ കൊട്ടാരത്തെയും. ആരും ഉണ്ടായില്ല സഹായിക്കാൻ. തുടർന്ന് അല്ലാഹു പറയുന്നുണ്ട്, ഇയാളിപ്പോൾ പണത്തിൻ്റെ പേരിൽ അഹങ്കരിച്ചവരാണ്.
ഏതിൻ്റെയൊക്കെ പേരിൽ ആരൊക്കെ അഹങ്കരിക്കുന്നുവോ റബ്ബ് കൊടുക്കാതിരിക്കൂല. വലിയ സൗന്ദര്യ റാണിമാരാണ്, ഏറ്റവും വലിയ സൗന്ദര്യം എനിക്കാണെന്ന് പറഞ്ഞ് ശരീരത്തിൻ്റെ നഗ്നത പ്രദർശിപ്പിച്ച പലരും അവരുടെ ബ്രസ്റ്റിനും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും മാരകമായ ക്യാൻസർ വന്ന് പുഴുത്ത് ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നിട്ടുണ്ട്, മരിച്ചു പോയിട്ടുണ്ട്. സൗന്ദര്യത്തിൻ്റെ പേരിൽ അഹങ്കരിച്ചവരാണവർ. വലിയ ബോഡി ബിൽഡേഴ്സ്, ഞങ്ങളെ വെല്ലാൻ ആരുണ്ടെന്ന് ചോദിച്ച് വലിയ രൂപത്തിലുള്ള ബോഡി പ്രദർശിപ്പിച്ചുകൊണ്ട് അഹങ്കാരത്തിൻ്റെ വാക്കുകൾ പറഞ്ഞിരുന്ന ആളുകൾ 40 എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ 13കളിൽ കുഴഞ്ഞു വീണ് പോയിട്ടുണ്ട്. അഹങ്കാരം ഒന്നിനും ഇവിടെ വിജയമുണ്ടാക്കിയിട്ടില്ല. ഒന്നിൻ്റെ പേരിൽ അഹങ്കരിച്ചവരും ഇവിടെ നല്ല നിലയ്ക്ക് ലോകത്ത് നിന്ന് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു അത് പറയുന്നത്, നിങ്ങൾ നിങ്ങളെ പുകഴ്ത്തിയിട്ട് മേനി നടിക്കരുത്. അള്ളാഹ്ക്കാണ് അറിയാം നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും പടച്ചോനെ പേടിയുള്ളവൻ. അതാണ് അള്ളാഹ് പറയുന്നത്, ഫലാ തുസക്കു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ പരിശുദ്ധപ്പെടുത്തി സംസാരിക്കരുത്. ഹുവ, അള്ളാഹുവാണ് അഅലമു, ഏറ്റവും നന്നായി അറിയുന്നവൻ, ബിമനിത്തഖ, ആർക്കാ ഭക്തിയുള്ളത്. നമ്മളെ കൂട്ടത്തിൽ ആർക്കാ ഭക്തി എന്ന് ആർക്കാ അറിയാം? അള്ളാഹ്ക്കെല്ലാം അറിയുള്ളൂ. അറബി ആയതുകൊണ്ടോ അനറബി ആയതുകൊണ്ടോ ഒന്നുമല്ലല്ലോ, കറുത്തവനെന്നോ വെളുത്തവനെന്നോ അതുകൊണ്ടുമല്ലല്ലോ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹ് അത്ഖാക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യൻ, ഏറ്റവും അള്ളാഹുവിൻ്റെ അടുക്കൽ ആദരവ് നൽകപ്പെടുന്നവൻ, ഏറ്റവും റബ്ബിനെ പേടിച്ചിട്ട് ആരാണോ ജീവിക്കുന്നത് അവനാണ്. കാണാൻ കോലൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ ജസാദിക്കും, അള്ളാഹു നിങ്ങളുടെ ബോഡിയിലേക്കോ നിങ്ങളുടെ രൂപങ്ങളിലേക്കോ അല്ല നോക്കുന്നത്, അവൻ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അത്രേ നോക്കുന്നത്. ഹൃദയത്തിലാണ് അത്തഖ്വ ഹാഹുന, ഇവിടെയാണ് തഖ്വ, ഇവിടെയാണ് തഖ്വ, ഇവിടെയാണ് തഖ്വ. അള്ളാഹുവിൻ്റെ റസൂല് 3 തവണ ആവർത്തിച്ച് വഅശാറ ബിയദിഹി ഇലാ സദ്രിഹി, തൻ്റെ നെഞ്ചിലേക്ക് ഇശാറത്താക്കിക്കൊണ്ടാണ് പറഞ്ഞത് ഇവിടെയാണ് ഭക്തി. ഇതാർക്കാ തുറന്നു നോക്കാൻ പറ്റുക? ലോകത്ത് ഒരു ഉപകരണങ്ങൾ കൊണ്ടും ഇതിൻ്റെ അകത്തുള്ള കാര്യം മനസ്സിലാക്കാനാവില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയാണ് അലീമും ബിദാത്തി സുദൂർ, നെഞ്ചകങ്ങളിലുള്ളത് നന്നായി അറിയുന്നവൻ അവൻ മാത്രമാണ്. അവൻ മാത്രമാണ് ഹൃദയങ്ങളിലുള്ളത് അറിയുന്നവൻ, വേറെ ആർക്കും അത് അറിയാൻ പറ്റൂല. അപ്പം അതുകൊണ്ട് തന്നെ സ്വയം പുകഴ്ത്തുന്ന സ്വഭാവവും മറ്റൊരാളോടുള്ള അതിക്രമം പ്രവർത്തിക്കുന്ന സ്വഭാവവും ഒരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ എന്ന ഗുരുതരമായ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന സന്ദേശമാണിവിടെ അള്ളാഹുവിൻ്റെ റസൂൽ ഇതിലൂടെ നൽകിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. ഉപോത്ബലകമായി 2 ഹദീസുകളാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ ഹദീസ്, അൻ ഇയാദ് ബിൻ ഹിമാരിൻ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ തആല ഔഹാ ഇലയ്യ അൻ തവാദഉ ഹത്താ ലാ യബ്ഗിയ അഹദുൻ അലാ അഹദിൻ വലാ യഫ്ഖറ അഹദുൻ അലാ അഹദിൻ, റവാഹു മുസ്ലിം. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ് ആ പറയുന്നത്. അള്ളാഹിൻ്റെ റസൂൽ എന്താ പറഞ്ഞത്? ഇന്നല്ലാഹ തആല, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല, ഔഹാ ഇലയ്യ, എനിക്ക് വഹീ നൽകിയിരിക്കുന്നു. റബ്ബ് എനിക്ക് വഹീ തന്നിട്ടുണ്ട്. എന്ത് പറഞ്ഞുകൊണ്ട്? അൻ തവാദഉ, നിങ്ങൾ വിനയം കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. മനുഷ്യനിൽ ഉണ്ടാകേണ്ട ഗുണമാണ് തവാദുൾ, നിങ്ങൾ വിനീതരാവണം, വിനയമുണ്ടാകണം. അതാണ് ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി. ഏറ്റവും വലിയ ഒരു വിശ്വാസിയുടെ ഐഡൻറ്റിറ്റി അതാവണം, വിനയ സ്വഭാവം. കിബിർ വേണ്ട, നിങ്ങൾ വിനീതരാവണം. എത്രത്തോളം? ഹത്താ, ഏതുവരെ? ലാ യബ്ഗിയ അഹദുൻ, ഒരാളും ബഗിയ് കാണിക്കരുത്, അതിക്രമം പ്രവർത്തിക്കരുത്, അലാ അഹദിൻ, മറ്റൊരാളുടെ മേൽ. അവൻ്റെ ശാരീരികമായി ആക്രമിക്കുക, വാക്കുകൊണ്ട് നാവുകൊണ്ട് ഒരാളെ ഉപദ്രവിക്കുക, കൈ കൊണ്ട് ഉപദ്രവിക്കുക, സാമ്പത്തികമായി ഒരാളെ തളർത്തുക, മാനസികമായി പീഡിപ്പിക്കുക,
ഏത് വിധത്തിലാവട്ടെ ഒരാളുടെ മേലും നിങ്ങൾ ബഗി കാണിക്കരുത്. അതാണ് അതിക്രമം. ബഗി എന്ന് പറയുന്നത് ഏതെല്ലാം വിധത്തിലുള്ള അക്രമങ്ങളുണ്ടോ എല്ലാം നിഷിദ്ധമാണ്. അതേപോലെ പറഞ്ഞു വലാ യഫ്ഖറ അഹദുൻ, നിങ്ങളിൽ ഒരാളും ഫഖ്ർ പറയരുത് അലാ അഹദിൻ, മറ്റൊരാളേക്കാൾ. തൻ്റെ സഹോദരൻ്റെ മേൽ തനിക്കുള്ള ഫഖ്ർ ഇങ്ങനെ പറഞ്ഞു നടക്കരുത്. അതൊരു നല്ല ലക്ഷണമല്ല, അത് ദുർഗുണമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി തന്നെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആ വിഷയത്തിൽ വളരെ വ്യക്തമാണ്, നമ്മളത് വിശദീകരിച്ച് കഴിഞ്ഞു. അതിൽ പറയുന്ന വിഷയങ്ങളൊക്കെ ഈ ആയത്തിൽ വന്ന കാര്യത്തെ ബലപ്പെടുത്തുന്ന കാര്യമാണ്. അതിൻ്റെ ഒരു വിവരണമെന്നോണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. രണ്ടാമത്തെ ഹദീസ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ ഖാല അർറജുലു ഹലക അന്നാസ് ഫഹുവ അഹ്ലകുഹും. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. വളരെ പ്രാധാന്യമറിയിക്കുന്നൊരു ഹദീസാണ്. എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ഇദാ ഖാല അർറജുൽ, ഒരാൾ പറഞ്ഞാൽ, എന്ത് പറഞ്ഞാൽ? ഹലക്കന്നാസ്, ജനങ്ങളൊക്കെ ഹലാക്കിലായല്ലോ, ജനങ്ങളൊക്കെ ഹലാക്കിലായല്ലോ, നശിച്ചല്ലോ, എന്തൊരു കാലമാണിത്, ജനങ്ങളൊക്കെ നശിച്ചല്ലോ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ റസൂലുള്ളാഹി പറയാണ് ഫഹുവ അഹ്ലകുഹും, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നശിച്ചവൻ അവൻ തന്നെയാണ്. അത് പറഞ്ഞോനാണ്, അത് പറഞ്ഞോനാണ് ഏറ്റവും കൂടുതൽ നശിച്ചവൻ. വരിവായത്തുൽ, അത് പറഞ്ഞിട്ട് ഇമാം നവവി പറയാണ് വരിവായത്തുൽ മഷ്ഹൂറ, ഏറ്റവും പ്രസിദ്ധമായ വായന ഇവിടെ എങ്ങനെയാണ് റിപ്പോർട്ട്? അഹ്ലകുഹും എന്നാണ്. അതായത് കാഫിന് ബിറഫ്ഇൽ കാഫി, കാഫിന് റഫ്ഇ ലമ്മ് കൊടുത്തുകൊണ്ട് അഹ്ലകുഹും എന്നാണ് വായിക്കേണ്ടത്. അതാണ് പ്രസിദ്ധമായ വായന. ആ നിലക്കുള്ള അർത്ഥമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്ത്? അവരിലെ ഏറ്റവും നാശം പിടിച്ചവൻ അവൻ തന്നെയാണ്. അത് ഏത് വായിക്കുമ്പോഴാണ് അർത്ഥം കിട്ടുക? അഹ്ലകുഹും എന്ന് കാഫിനെ ലമ്മാക്കി വായിക്കുമ്പോൾ കിട്ടുന്ന അർത്ഥമാണ്. എന്നാൽ ശേഷം പറയുന്നത് നോക്കൂ, വറുവിയ ബിനസ്ബിഹ, കാഫിന് ഫതഹ് നൽകിക്കൊണ്ടും റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പം എങ്ങനെ വായിക്കുക? ഫഹുവ അഹ്ലകഹും, ഫഹുവ അഹ്ലകഹും. അപ്പം അർത്ഥം എന്താ വരിക? ഇവനാണ് അവരെ നശിപ്പിച്ചവൻ. ജനങ്ങൾ നശിച്ചു എന്ന് ഒരാൾ പറഞ്ഞാൽ ഈ പറഞ്ഞോനാണ് ജനങ്ങളെ എന്ത് ചെയ്യുന്നത്? നശിപ്പിക്കുന്നത്. അങ്ങനെ രണ്ട് നിലക്കും അവിടെ വായനയുണ്ട്. രണ്ട് നിലക്ക് പറഞ്ഞാലും ആശയങ്ങളിൽ യാതൊരു തകരാറും ഇല്ല. ഇനി ഇതിനെക്കുറിച്ച് തന്നെ ഇമാം നവവിയുടെ വക ഒരു വ്യാഖ്യാനം അവിടെ നൽകുന്നത് നോക്കൂ. അദ്ദേഹം പറയണേ, ഇപ്പം ജനങ്ങളൊക്കെ നശിച്ചല്ലോ, ജനങ്ങളൊക്കെ നശിച്ചു പോയിരിക്കുന്നു എന്ന വർത്തമാനം പറയാൻ പാടില്ല എന്നാണ് ഇപ്പം അതൊന്ന് മനസ്സിലാവുക. എന്നാൽ അദ്ദേഹം പറയാണ് വഹാദൻ നഹിയു, ഈ വിരോധം, ഇത് പറയാൻ പാടില്ല എന്ന ഈ നിരോധം ആരെക്കുറിച്ചാണ്? ലിമൻ ഖാല ദാലിക, ഇങ്ങനെ പറയുന്നവരെക്കുറിച്ച് മാത്രമാണ്. ഏത് നിലക്ക്? അജബം ബി നഫ്സിഹി, തൻ്റെ കാര്യത്തിൽ ഒരു ഉജുബോടുകൂടി, തൻ്റെ കാര്യം വളരെ ഉഷാറാണ്, തന്നെ പൊക്കിയിട്ടാണ് ഈ പറയുന്നതെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ല. എന്നെ പൊക്കിയിട്ടാണ് ഞാൻ പറയുന്നത്, എന്ത് ഞാൻ ഉഷാറാ, ജനങ്ങളൊക്കെ ഒരു കാര്യം, ഞാനെന്ത് നല്ല മനുഷ്യനാ, ഞാൻ എത്ര ഓക്കെയാണ്, ഈ ജനങ്ങളൊക്കെ എന്തീ പറ്റിപ്പോയത്, എല്ലാവരും വളരെ നശിച്ചു പോയല്ലോ എന്ന് ഞാൻ പറയണത് എന്നെ ഒഴിവാക്കിയിട്ട് എന്നെ ശുദ്ധപ്പെടുത്താനാണെങ്കിൽ അത് ഹറാമാണ്. തീർന്നില്ല. വതസാഗുറൻ ലിന്നാസി, ജനങ്ങളെയൊക്കെ നിസ്സാരമായി കാണാനും ജനങ്ങളെ നിസ്സാരമാക്കാനും, വർത്തിഫാൻ അലൈഹിം, അവരെക്കാൾ ഞാൻ ഉയർന്നവനാണെന്ന് പറയാനുമാണ് അങ്ങനെ പറയുന്നതെങ്കിൽ ഫഹാദാ ഹുവൽ ഹറാമു, അതാണ് ഹറാമായി തീരുന്ന രീതി. അങ്ങനെ പറയാൻ പാടില്ല. എന്നെ പരിശുദ്ധപ്പെടുത്താനും മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാനും വേണ്ടിയിട്ടാണ് ജനങ്ങളൊക്കെ നശിച്ചു എന്ന് ഞാൻ പറയുന്നതെങ്കിൽ ആ പ്രയോഗം തനിച്ച എന്താണ്? ഹറാമാണ്.
നേരെ മറിച്ച് വ അമ്മാമൻ ഖാലഹു, എന്നാൽ ഒരാൾ ഇത് പറയുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? ലിമാ യറാ ഫിന്നാസി, അയാൾ ഇന്നത്തെ കാലത്തെ ജനങ്ങളെ ഇങ്ങനെ നോക്കുമ്പോൾ ജനങ്ങളിൽ അയാൾ കാണുകയാണ് എന്ത്? മിൻ നഖ്സിൻ, ഒരുപാട് പോരായ്മകൾ കാണുന്നുണ്ട്. ഏത് കാര്യത്തിൽ? ഫീ അംരി ദീനിഹിം, അവരുടെ ദീനിൻ്റെ നിലവാരം നോക്കുമ്പോൾ വളരെ ജനങ്ങളൊക്കെ ചെറുപ്പക്കാരും മറ്റു ആരായിരുന്നാലും ദീനിയായ രംഗത്ത് നിന്നൊക്കെ പിറകോട്ട് പോകുന്നത് കണ്ടപ്പോൾ അയാൾ ദീനനുസരിച്ച് മാക്സിമം ജീവിക്കുന്നുണ്ട്. ജനങ്ങളാണെങ്കിൽ ഈ ഒരു തലമുറ ദീനിൽ നിന്നിങ്ങനെ എല്ലാ മേഖലയിലും അകന്നു പോകുന്നൊരു കാഴ്ച അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടപ്പോൾ വഖാലഹു, അദ്ദേഹം പറഞ്ഞതാണ് തഹസ്സുനൻ അലൈഹിം, അവരുടെ കാര്യത്തിലുള്ള ഹുസ്ന് സഹിക്കാഞ്ഞിട്ട്, അവരുടെ കാര്യത്തിലുള്ള ദുഃഖം ഭാരം കൊണ്ട്, വഅലദ്ദീനി, മതത്തിൻ്റെ കാര്യത്തിലുമുള്ള അവരുടെ അവസ്ഥയോർത്തിട്ടുള്ള സങ്കടമാണ് ആ പറയുന്നതെങ്കിൽ ഫലാ ബഅസ ബിഹി, അങ്ങനെ പറയുന്നതുകൊണ്ട് എന്തില്ല? വിരോധമല്ല. അപ്പോൾ പറയുന്നവൻ്റെ നിയത്തനുസരിച്ചിരിക്കും. വല്ലാത്തൊരു കാലം, എന്തപ്പോൾ ജനങ്ങളൊക്കെ ഒരവസ്ഥ, എല്ലാവരും വളരെ മോശപ്പായി പോയല്ലോ എന്ന് പറയുന്നതിന് തകരാറില്ല. ആ പറയുമ്പോൾ എൻ്റെ നിയ്യത്ത് ഞാനൊക്കെ വളരെ ഉഷാറാണ്, മറ്റുള്ളവരൊക്കെ മഹാപോക്കാണ് എന്നാണെങ്കിൽ അത് ഹറാമാണ്. അതല്ല, എന്നെക്കൊണ്ട് കഴിവിൻ്റെ വിധമൊക്കെ ഞാൻ എൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ നോക്കുന്നുണ്ട്, ഞാൻ റബ്ബിൻ്റെ അടുക്കൽ എത്തുമ്പോഴേ തിരിയുള്ളൂ എന്താ അതിൻ്റെ കാര്യമെന്ന്. പക്ഷേ ഇവിടുത്തെ സമൂഹം എന്ത് പറ്റിപ്പോയി, എന്താ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് പറ്റിയത്, എന്താ ഇന്നത്തെ സ്ത്രീകൾക്ക് പറ്റിയത്, എന്താ ഇന്നത്തെ തലമുറക്ക് പറ്റിയത്, വല്ലാത്തൊരവസ്ഥയാണല്ലോ എന്ന സങ്കടം പറയുകയാണെങ്കിലോ അത് ഹറാമുണ്ടോ? ഫഹാദാ ഫലാ ബഅസ ബിഹി, അതിന് വിരോധമൊന്നുമില്ല. ഹാകദാ ഫസ്സറഹുൽ ഉലമാഉ വഫസ്സലൂഹു, ഇപ്രകാരമാണ് ഈ ഹദീസിനെ ഉലമാക്കൾ വിശദീകരിച്ചതും അതിനെ സംബന്ധിച്ച് വിവരണം പറഞ്ഞതും. വമിമ്മൻ ഖാലഹു, ഈ അഭിപ്രായം പറഞ്ഞവരാണ് മിനൽ അഇമ്മത്തിൽ അഅ്ലാം, വളരെയേറെ അഗ്രേസരന്മാരായ ഇമാമീങ്ങൾ. ആരൊക്കെ? ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാ, ഇമാം ഖത്താബി റഹിമഹുല്ലാ, ഇമാം ഹുമൈദി റഹിമഹുല്ലാ വ ആഖറൂൻ, അവരല്ലാത്ത വേറെയും പണ്ഡിതന്മാർ ഈ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. ഞാനതിപ്പോൾ ഇവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നവീമാം പറയാണ് വഖദ് ഔളഹ്തുഹു, ഞാൻ അതിനെ സംബന്ധിച്ച് നന്നായി വിശദീകരിച്ചിട്ടുണ്ട് ഫി കിതാബിൽ അദ്കാർ, എൻ്റെ അൽ അദ്കാർ എന്ന ഗ്രന്ഥത്തിൽ. ഇമാം നബവിയുടെ മറ്റൊരു ഗ്രന്ഥമാണ് ഇത് അൽ അദ്കാർ. നിത്യജീവിതത്തിൽ നമ്മൾ ചൊല്ലേണ്ടുന്ന ദുആ ദിക്റുകളുടെ ക്രോഡീകരിച്ച ഒരു ഗ്രന്ഥമാണ് അൽ അദ്കാർ. ഇപ്പം നബിമാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ റിയാദുസ്സാലിഹീൻ നമുക്കറിയാം, അതേപോലെ മറ്റൊരു ഗ്രന്ഥമാണ് അൽ അദ്കാർ. അവിടെ ഞാനിതൊക്കെ വിശദമായി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അത് വല്ലാതെ വിശദീകരിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ സമൂഹത്തിൽ നിന്ന് കാണുന്ന ഈ രൂപത്തിലുള്ള സംസാരങ്ങൾ അത് സങ്കടവും ദുഃഖവുമൊക്കെ സഹിക്കാതെ പറയുന്നതാണെങ്കിൽ കുഴപ്പമില്ല. അതേ അവസരത്തിൽ അത് അഹങ്കാരത്തിൻ്റെ നിലക്കാണ് പറയുന്നതെങ്കിൽ അത് പറയാൻ പാടില്ല. ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് അവിടുന്ന് പറയുന്നുണ്ട് ഒരാളെക്കുറിച്ച്. അയാൾ മറ്റൊരാളോട് പറഞ്ഞു, ലാ യഗ്ഫിറുല്ലാഹു ലി ഫുലാൻ, എന്നോടൊന്നും അള്ളാഹ് പൊറുക്കൂലടാ, അള്ളാഹ് എന്നോട് പൊറുക്കൂല എന്നൊരാളോട് മറ്റൊരാൾ പറഞ്ഞു. അയാൾ കുറച്ച് ദീനൊക്കെ ഉഷാറുള്ള ആളായിരുന്നു, മറ്റേ ആൾ കുറച്ച് അതിലൊക്കെ കമ്മിയുള്ള ആളായിരുന്നു. എന്ത് തെമ്മാടിത്താടോ ഈ കാണിച്ചാണ്, അള്ളാഹ് എന്നും എന്നോട് ഒരു കാലത്ത് പൊറുക്കൂല എന്ന് ഇയാൾ സത്യം ചെയ്ത് പറഞ്ഞു. ബാക്കി എന്താണ്ടായതെന്നറിയോ? അള്ളാഹിൻ്റെ റസൂല് പറയാണ്, ആ മനുഷ്യൻ്റെ പരലോകമായ തീരുമാനം എന്താ വന്നത്? റഹ്മാനായ റബ്ബിൻ്റെ അടുക്കൽ എന്തു വരും? മുൻകൂട്ടി വഴി അള്ളാഹിൻ്റെ റസൂലിന് അള്ളാഹ് കൊടുക്കുകയാണ്. അള്ളാഹ് ചോദിക്കുകയാണ്, മന്ദല്ലദി യതഅല്ലാ അലൈഹി അല്ലാ അഗ്ഫിറ ലി ഫുലാൻ, ഇന്നയാൾക്ക് പുറത്തു കൊടുക്കൂല എന്ന് പറയാൻ ഇവനാരാ അധികാരം കൊടുത്തത്? ഞാൻ ഇന്ന വ്യക്തിയോട് പൊറുക്കില്ലെന്ന് പറയാൻ ഇയാൾക്കാരാണ് അധികാരം കൊടുത്തത്? അത് പറഞ്ഞിട്ട് അല്ലാഹു തആല ഗൗരവത്തോടെ പറഞ്ഞു, ഖദ് ഗഫർതു ലഹു, നീ പൊറുക്കൂല എന്ന് പറഞ്ഞ അവന് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? പൊറത്തു കൊടുത്തിരിക്കുന്നു. വഅഹ്ബത്തു അമലക, നിന്റെ അമൽ മുഴുവനും ഞാൻ പൊളിച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ അമലാണ് ബാത്തിലായി പോകുന്ന കാര്യമാണത്. അതുകൊണ്ട് ഓനൊന്നും ഒരിക്കലും നന്നാവില്ല എന്നൊന്നും ആരെക്കുറിച്ച് പറയണ്ട.
ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, പ്രവർത്തനങ്ങളൊക്കെ അവസാനം നോക്കിയിട്ടാണ് തീരുമാനിക്കുക. അവസാനമാണ് നന്നാവേണ്ടത്. എൻ്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും ഭാഗധേയം തീരുമാനിക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയിട്ടല്ല. പിന്നെ ഏതവസ്ഥ നോക്കിയിട്ടാ? മരണം എങ്ങനെയാണ്, എങ്ങനെ ഈ ഭൂമിയിൽ നിന്ന് അവസാനിച്ചു പോണ്? എത്രയോ ആളുകൾ നരകത്തിലേക്ക് പോകുന്ന പ്രവർത്തനങ്ങൾ മുഴുവനും ചെയ്ത് അവസാന നിമിഷത്തിൽ അയാൾ റൂട്ട് തെറ്റി സ്വർഗത്തിലേക്കുള്ള വഴിയിലേക്ക് പോയി മോമിനയങ്ങളായി മരിച്ചു പോകുന്നു. നേരെ മറിച്ചും സംഭവിക്കും. അതുകൊണ്ടാണ് അള്ളാഹുവിനോട് നമ്മൾ എപ്പോഴും തേടേണ്ടത് തവഫനി മുസ്ലിമ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ, മുസ്ലിമായി മരിപ്പിക്കണേ. പ്രവാചകന്മാർക്ക് പോലും ആ പേടി ഇല്ലാതിരുന്നിട്ടില്ല. സൂറത്ത് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ സുപ്രസിദ്ധമായ പ്രാർത്ഥന തന്നെ അതാണ്. എല്ലാം എനിക്ക് നീ നൽകിയ റബ്ബേ, ഫാത്തിറുസ് സമാവാതി വൽ അർളായ റബ്ബേ, നിന്നോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതുകൊണ്ടൊന്നും എനിക്ക് തൃപ്തിയായില്ല. അധികാരമുണ്ട്, ഭരണമുണ്ട്, രാജകൊട്ടാരത്തിലെ പദവിയുണ്ട്, ഒക്കെ ഉണ്ട്. അതുകൊണ്ടൊന്നും എനിക്ക് തൃപ്തിയായില്ല റബ്ബേ. ഞാൻ വല്ലാതെ ഭയപ്പെടുന്നു, അന്ത്യം മോശാവോ. അതുകൊണ്ട് നിന്നോട് എനിക്ക് പറയാനുള്ളത് റബ്ബി തവഫനി മുസ്ലിമ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സദ്വൃത്തരുടെ കൂടെ നീ എന്നെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം. ആരാ പ്രാർത്ഥിക്കുന്നത്? യൂസുഫ് നബി അലൈഹിസ്സലാം. നമ്മൾ എത്ര തവണ അത് പ്രാർത്ഥിക്കാറുണ്ട്? അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മളെക്കുറിച്ച് എന്തോ ഒരു അമിതമായ കാഴ്ചപ്പാടുണ്ടോ, അറിയാതെ ഒരു ഇഫ്തിഖാർ നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ടോ എന്ന് നമ്മൾ ഭയപ്പെടണം. അതിനെതിരെയാണ് ഈ അധ്യായം. ബാബുന്നഹി അനിൽ ഇഫ്തിഖാരി വൽ ബഗി. ഇഫ്തിഖാറും വേണ്ട, ബഗിയും വേണ്ട. രണ്ടും സ്വയം പുകഴ്ത്തുന്നതിൻ്റെ ബൈ പ്രൊഡക്റ്റാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രണ്ട് ദുർഗുണങ്ങളും വരാതെ നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപാകതകളും അബദ്ധങ്ങളും പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ഗഫിർ ലനാ ദുനൂബന വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.